ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ദൈവരാജ്യത്തിൽ നമുക്ക് എത്തണം എന്നുള്ളത്. അവിടെയും ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളെ, നമ്മളങ്ങ് പോവുകയല്ല, നമ്മളെ എടുത്തുകൊള്ളുകയാണ്. സ്തോത്രം. അതിനകത്തൊരു മർമ്മം തന്നെ ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും ഇവിടുത്തെ പരിശ്രമങ്ങൾ കൊണ്ടോ സ്വന്തമായി അവിടെ പോയെത്താൻ പറ്റത്തില്ല. എടുത്തുകൊള്ളപ്പെടുകയാണ്, എടുത്തുകൊള്ളപ്പെടുകയാണ്. 1 Thessalonians 4:16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും, വായിച്ച മോനെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ശ്രദ്ധിച്ച് കേട്ടോണം, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഈ എടുത്തുകൊള്ളപ്പെടുവാൻ നമ്മൾ കാത്തിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അതുവരെ, ഏതുവരെ? കർത്താവിൻ്റെ മടങ്ങി വരവ് വരെ ജീവിച്ചിരിപ്പാൻ നമുക്ക് അവസരം കിട്ടി എന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മൾ അതിനു മുമ്പേ നമ്മുടെ പിതാക്കന്മാരെ പോലെ ഈ ഭൂമിയിൽ മരണപ്പെട്ടു എന്ന് വരാം. ശ്രദ്ധിച്ച് കേൾക്കണം, മരണം എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കുന്ന ഒരു ദോഷമായ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, മരിക്കുമ്പോൾ ക്രിസ്തുവിലെ മരിക്കാവൂ. ഈ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല. ഒരു ദിവസം ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. പുള്ളി അല്പം കറങ്ങിപ്പോയി. ഉള്ളിൽ അവസാനം പറഞ്ഞത്, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. ആര് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? വിലയം. പുള്ളിയുടെ കണ്ണ് അടഞ്ഞുപോയി, കഴുതയുടെ കണ്ണ് ദൈവം തുറന്നു. പുള്ളിക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ള വായ അടഞ്ഞുപോയി, കഴുതയുടെ വായ ദൈവം തുറന്നു. ഒടുവിൽ വല്ലാത്ത സിറ്റുവേഷൻ ആയപ്പോൾ അവൻ പറഞ്ഞു, ഇനി ഞാനൊരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കട്ടെ എന്ന്. പിന്നത്തേതിൽ അവൻ്റെ നിത്യതാ വിഷയം എന്തായി എന്ന് നമുക്ക് വചനത്തിൽ വ്യക്തമല്ല. അവനെക്കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കുന്നത്, അവൻ ആരായിരുന്നെന്നാ? ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. എങ്കിലും ആ ഒരു സ്ഥാനത്ത് അവനെ പിന്നെ കാണുന്നില്ല. ഹല്ലേലൂയ. അവനെ വാൾ കൊണ്ട് കൊന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുമ്പോൾ തന്നെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ, മരണത്തിനായി നമ്മൾ ഒരുങ്ങിയിരിക്കണം. നമ്മുടെ പപ്പ 70 മരിച്ചു, പപ്പയുടെ അപ്പ 90 മരിച്ചു. അതുകൊണ്ട് രണ്ടിൻ്റെ ഇടയിലേക്കും എനിക്ക് പ്രതീക്ഷിക്കാമെന്ന് ആരും കാത്തിരിക്കേണ്ട. സ്തോത്രം. എപ്പോഴാണ് അത് സംഭവിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ മറ്റുള്ളവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ വീട്ടുകാർക്കോ നമ്മുടെ മരണം ആരും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ചിലർ വിചാരിക്കും എങ്ങനെയെങ്കിലും തൊലഞ്ഞ് പോകട്ടെ എന്ന്. സ്തോത്രം. ദൈവമക്കളുടെ ഇടയിൽ ആർക്കും അങ്ങനെ ഒരു ചിന്ത ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഒരുവൻ ക്രിസ്തുവിൽ മരിച്ചാൽ അവൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് മരണം എപ്പോഴും വരുമെന്ന് ആർക്കും അറിയത്തില്ല. സ്തോത്രം. അത് ദൈവദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണ്. അത് സംഭവിക്കട്ടെ. സംഭവിക്കുമ്പോൾ ദൈവമക്കളോട് ഞാനൊരു ദൂതായി പറയുന്നു, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മരണത്തിനായി നമ്മൾ ഒരുങ്ങിയിരിക്കണം. മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിക്കണം. ഹല്ലേലൂയ. അതിവിടെ ക്രിസ്തുവിൽ മരിച്ചെന്ന് ആരും നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തരത്തില്ല. പക്ഷെ നമുക്ക് ആ ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്, മരിച്ചാൽ
ഞാൻ ക്രിസ്തുവിലാണ്. ആ ബോധ്യം അകത്തുണ്ടായിരിക്കട്ടെ. എവിടെ ഇരിക്കുന്ന മക്കളെ, നിങ്ങൾക്കും ആ ഉറപ്പുണ്ടായിരിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കാം, യൗവനക്കാരായിരിക്കാം, പക്ഷേ ഈ ഉറപ്പകത്ത് വേണം. മരണമാണോ യേശുവിൻ്റെ വരവാണോ, രണ്ടായാലും ഞാൻ ക്രിസ്തുവിൽ ആയിരിക്കണം. ക്രിസ്തുവിൽ ആയിരിക്കണം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അടുത്ത് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറയുമ്പോൾ സാക്ഷാൽ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ളവർ, ജീവനോടെ ശേഷിക്കുന്നവരായ ക്രിസ്തുവിലുള്ളവർ, അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തും. ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചും ഇരു കൂട്ടരും ഒരുമിച്ച്, ശ്രദ്ധിച്ച്, അടുത്ത ഭാഗം ശ്രദ്ധിച്ച്, സ്തോത്രം, ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ പദം മറക്കരുത്. ഞാൻ പോവുകയല്ല, എന്നെ എടുത്തുകൊള്ളുകയാണ്. ഹല്ലേലൂയ. എടുത്തുകൊള്ളപ്പെടുവാൻ ഹനോക്കിനെ പോലെ ദൈവത്തോട് ചേർന്ന് നടക്കണം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഇതൊരക്ഷരികമായി ഞാനും ദൈവദാസനും ചേർന്ന് നടക്കും പോലെയുള്ള ഒരു അനുഭവമല്ല. ഇതൊരാത്മാവിൻ്റെ ബന്ധമാണ്. ആത്മാവായ ദൈവത്തോട് ദൈവം നമുക്ക് തന്നെ ആത്മാവിൻ്റെ ആ ബന്ധത്തിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, ആ ദൈവത്തോട് നമ്മൾ ചേർന്ന് ആ ബന്ധത്തിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ മോശ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമേ, നീ എന്നെ അടുത്തറിഞ്ഞു എന്നും നിന്റെ കൃപ എനിക്ക് തന്നു എന്നും പറയുന്നല്ലോ. അങ്ങനെയെങ്കിൽ നിന്നോട് ചേർന്ന് എനിക്ക് മുമ്പോട്ട് പോകുവാൻ അടുത്ത വഴി എനിക്ക് കാണിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അവന് വഴി കാണിച്ചു കൊടുത്തു, എങ്ങനെ ചേർന്ന് നടക്കുവാൻ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതെല്ലാം മനസ്സിൽ നിന്നോട്ട്, അതിൻ്റെ ചേർന്നാണ് സംസാരിക്കുന്നത്. വായിച്ചു. അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. എൻ്റെ സാന്നിധ്യം മതി, നിന്നോടുകൂടെ പോരും. ഞാൻ പോരും എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നമ്മൾ ധാരാളം വാക്യങ്ങൾ വായിക്കുന്നു, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. അപ്പോൾ തന്നെ ശ്രദ്ധിക്കൂ, അക്ഷരികമായ ഒരു രൂപം ഈ ദൈവദാസനോടൊപ്പം ഞാനായിരിക്കുന്നത് പോലെ നമുക്ക് ദർശിക്കാൻ പറ്റത്തില്ല. പിന്നെയോ, സ്തോത്രം, ദൈവം പറയുന്നു, മോശേ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. നിന്റെ വഴി എന്നെ കാണിക്കണമേ. നിന്നോട് ചേർന്ന് നടക്കുവാൻ, നിന്നോട് കൂടെ നടക്കുവാൻ, സ്തോത്രം, ആ വഴി കാണിച്ചു തരണമേ. ദൈവം പറയുന്നു, ആ വഴി എൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന, കേൾക്കുന്ന, മുകളിലിരിക്കുന്ന, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഒരു ദൈവത്തിൻ്റെ ദാസനെന്ന നിലയിൽ ഓർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ആ സാന്നിധ്യത്തിൽ നടക്കുക. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഒരു പ്രാവശ്യം പറഞ്ഞു, സ്തോത്രം, ഇവിടെ AC ഇട്ടിട്ടുണ്ട്. ഈ AC ഞാൻ പോകുന്നിടത്തൊക്കെ ഇത് എൻ്റെ കൂടെ വരത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് അപ്പുറത്ത് പോയി കുറെ മാറി, ഒരു 100 മീറ്റർ മാറി നിൽക്കണം. അവിടെ AC എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അവിടെ AC വരത്തില്ല. എനിക്ക് AC കിട്ടണമെങ്കിൽ ACയുടെ റേഞ്ച് ഏതുവരെയാണ് അവിടെ ഞാൻ നിൽക്കണം. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ തോന്നിയെടുത്ത് പോയാൽ, തോന്നിയതുപോലെ ജീവിച്ചാൽ, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ ജീവിച്ചാൽ അവിടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിൽക്കണം.
ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. മനസ്സിലായവർക്ക് മാത്രം കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, എഫേസ്യർ 2:7. നിങ്ങളെ അവനോടുകൂടെ ഉയിർപ്പിച്ച്, ആ വാക്യം എടുത്തെങ്കിൽ, ക്രിസ്തേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. എവിടെയാ ഇരുത്തിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരക്ഷരിക സ്വർഗത്തിൽ പോകാൻ നമ്മൾ കാത്തിരിക്കുമ്പോൾ, ഒരക്ഷരിക സ്വർഗത്തിൽ പോകാൻ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇവിടെ ഒരാത്മീയ സ്വർഗമുണ്ട്, ഒരാത്മീയ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ആത്മീയ സ്വർഗത്തിൽ നിങ്ങൾ ഇരുന്നാൽ ആ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടേയിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് സംസാരിക്കുന്നയാൾ വയ്യാത്തയാളാണ്, സ്തോത്രം. അവർ രണ്ടുപേരും കർത്താവിനെ സ്വീകരിച്ചു. വലിയ ബന്ധമൊന്നും ഉള്ളവരല്ല. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ അക്രൈസ്തവരാണ്, ഹിന്ദുക്കളാണ്. അവർ രണ്ടുപേരും കർത്താവിനെ സ്വീകരിച്ചു. കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് രണ്ട് വീട്ടുകാരും അവരെ ഉപേക്ഷിച്ചു. ഇവരങ്ങ് സ്വന്തം സഹോദരങ്ങളെ പോലെയുള്ള യോജിപ്പിലായി. അവിടെയും ഒരുമിച്ച് താമസിച്ചു, ഒരുമിച്ച് ജോലി ചെയ്തു. സ്തോത്രം. അവരുടെ ചിന്തയിൽ നാട്ടിൽ വന്ന ബെഞ്ഞാറമൂടിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു വീട് ഒക്കെ വാങ്ങി അവർ ഒരുമിച്ച് താമസിച്ചു. ഒടുവിൽ അല്പാൽപ്പം ഇവരുടെ ചില ബന്ധുക്കളുമായിട്ട് കുറച്ചൊരു അടുപ്പമുണ്ടെങ്കിലും ഇവർക്ക് അവരുമായിട്ട് അടുത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവരുടെ രീതികൾ. അതുകൊണ്ട് ഇവർ മറ്റ് സഹകരണമില്ലാതെ ഒത്തുജീവിച്ചു. ഇവർ രണ്ടുപേരും മാത്രം. ഈ അടുത്തിടെ അതിലൊരാൾ കാര്യങ്ങളെല്ലാം ഗൗരവമായി നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ, ഇവർ രണ്ടുപേരും വിവാഹിതരല്ല, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ അവസ്ഥ. അവിടെ ക്യാൻസർ വന്ന് പെട്ടെന്ന് മരിച്ചുപോയി. പിന്നെ തീരെ വയ്യാത്തയാളാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ ആ സഹോദരിയോട് വർത്തമാനം പറയുമ്പോൾ, വലിയ പ്രായമൊന്നുമില്ല, എങ്ങനെയെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. പാസ്റ്റേ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഉടയവനുണ്ട്, എൻ്റെ അപ്പനുണ്ട്, എൻ്റെ രക്ഷകനുണ്ട്. എപ്പോഴും ഞാൻ ആ സാന്നിധ്യം അനുഭവിച്ചറിയുകയാണ്. ഞാൻ ഏക എന്നെനിക്ക് തോന്നിയിട്ടേ ഇല്ല. ആ സാന്നിധ്യം ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എങ്കിലും, ബന്ധുമിത്രാദികൾ വന്നെന്നെ കണ്ടില്ല എങ്കിലും, മറ്റുള്ളവരുടെ സ്നേഹം എനിക്ക് കിട്ടിയില്ല എങ്കിലും, ഈ സ്നേഹം, ഈ ബന്ധം, ഈ സാമീപ്യം, ഈ സാന്നിധ്യം ഇവിടെ കിട്ടുന്ന എല്ലാറ്റിൻ്റെയും മുകളിലാണ്. മനസ്സിലായവർ മാത്രം കര ഉയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മുടെ ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തുകയില്ല. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? 145 സങ്കീർത്തനം 15-16 വാക്യങ്ങൾ വായിച്ചാട്ടോ. 145 സങ്കീർത്തനം 15-16 വാക്യങ്ങൾ. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. എല്ലാവരും ഒന്ന് നോക്കിക്കേ. നമ്മുടെ ദൈവം ലോകത്തിൽ ജീവനുള്ള എല്ലാത്തിനും ഭക്ഷണം കൊടുക്കുന്നു. എല്ലാവരുടെയും കണ്ണ്, എല്ലാറ്റിൻ്റെയും കണ്ണ് സൃഷ്ടാവിൻ്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്നു. അവർക്ക് വേണ്ടത് സൃഷ്ടിച്ചവൻ കൊടുക്കുന്നു. എന്നെ നോക്ക്, നമ്മൾ അവരെ പോലെയല്ല. പിന്നെ പുത്രൻ്റെ ചോര തന്ന് വീണ്ടെടുത്ത അവൻ്റെ മക്കളാണ്. നമ്മളപ്പൻ്റെ പ്രിയ മക്കളാണ്. നിന്റെ ആവശ്യം നീ പറയാതെ അറിയുന്ന, നീ ഓസിക്കാതെ അറിയുന്ന, നീ കരയാതെ അറിയുന്ന ആവശ്യം അറിയുന്ന നല്ല ഉടയവൻ നിനക്കുണ്ട്. ആ കാര്യത്തിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്.
നീ തൃക്കൈ തുറക്കുമ്പോൾ ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഞാൻ അതിനെ ഇങ്ങനെ പറയാം, തമ്പുരാൻ തൃക്കൈ തുറക്കുമ്പോൾ അവൻ ജീവൻ തന്ന് വീണ്ടെടുത്ത് മക്കളാക്കിയവർക്ക് വേണ്ടതൊക്കെയും കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 147 സങ്കീർത്തനം അതിന്റെ 9 വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ഇതിനൊക്കെ അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവൻ തന്ന് വീണ്ടെടുത്ത തൻ്റെ മക്കൾക്ക് നിങ്ങൾക്ക് വേണ്ടത്, ആവശ്യമായത് തരാതിരിക്കുമോ? ഈ വചനം എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. സൃഷ്ടിച്ചവനായ ദൈവം തൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഹല്ലേലൂയ പറവകൾക്കും ജാതിക്കും മൃഗജാതിക്കും അതതിൻ്റെ ഭക്ഷണം കൊടുക്കുന്നു എങ്കിൽ, അതതിന് വേണ്ടത് കൊടുക്കുന്നു എങ്കിൽ, ജീവൻ തന്ന് വീണ്ടെടുത്ത മക്കളുടെ പദവിയിൽ ഇരുത്തിയിരിക്കുന്ന തൻ്റെ മക്കൾക്ക് നൽകാതിരിക്കുമോ? നൽകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കരങ്ങളെ അടിച്ച് ഈ തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Glory, glory. സാന്നിധ്യത്തിൽ നിൽക്കുക. ദൈവഭക്തനായ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനങ്ങൾ 37:25 ഒന്ന് വായിച്ചേ. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. അടുത്ത്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും, ഒരു ദൈവ പൈതൽ തുണയില്ലാതിരിക്കുന്നതും, അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഈ വചനത്തിന്മേൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ, ലോകത്തിൽ ആരും നിനക്ക് തുണയില്ല എങ്കിലും, വീട്ടുകാർ തുണയില്ല എങ്കിലും, ബന്ധുമിത്രാദികൾ തുണയില്ല എങ്കിലും, സർവശക്തനായ ദൈവം നിനക്ക് തുണയായിരിക്കുന്നു. Praise the Lord, praise the Lord, praise the Lord, praise the Lord. അവന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദൈവമക്കളെ, ആഹാരം നമുക്ക് ആവശ്യമാണ്, പലതും നമുക്ക് ആവശ്യമാണ്. ഇരക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ വിശപ്പറിഞ്ഞ്, നിന്റെ ആവശ്യം അറിഞ്ഞ് ദൈവം നിനക്ക് തരും. എനിക്ക് ഈ വചനത്തിലെ ഓരോ വാക്യങ്ങളും എൻ്റെ അനുഭവത്തിൽ സ്തോത്രം പറയാനിടയുണ്ട്. യഹോവ നീതിമാനെ പട്ടിണി, ഒന്നും കൂടെ, യഹോവ നീതിമാനെ. ഈ വാക്യത്തിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? നീ മനസ്സോടെ ഉപവസിക്കുന്ന വേറെ കാര്യം, നീ മനസ്സോടെ ദൈവത്തിന് ഉപവസിക്കുന്നത് വേറെ വിഷയം. പക്ഷേ നിന്റെ ഉടയവൻ, നിന്റെ നാഥൻ, നിന്റെ അപ്പൻ നിന്നെ പട്ടിണി കിടക്കുവാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥ നിനക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു വാക്ക് തരാം. അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാവുമെന്ന് മാത്രമല്ല, നിന്റെ പട്ടിണി മാറ്റും. ഒരു ദൂതും കൂടെ കേട്ടോ. പട്ടിണി കിടക്കുന്ന അനേകരെ നിന്നെ കൊണ്ട് അവരുടെ പട്ടിണി മാറ്റും. ദൈവത്തെ വിളിച്ചാൽ ദൈവം നമുക്ക് നന്മ തരും. ദൈവസേനയിൽ കരഞ്ഞാൽ ദൈവം നമുക്ക് നന്മ തരും. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തോണം, അതല്ല നമ്മുടെ വലിയ വിഷയം.
ഇവിടെ കിട്ടുന്ന ദാനങ്ങളല്ല നമ്മുടെ വലിയ വിഷയം. നമ്മുടേതായ ആഗ്രഹം പോരാ, അത്യാഗ്രഹം നിത്യതയാണ്, നിത്യതയാണ്, നിത്യതയാണ്. അതുകൊണ്ട് ജീവിക്കുന്ന കാലം മരണമായാലും യേശുവിൻ്റെ വരവായാലും, സ്തോത്രം, മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കണം, ജീവിച്ചിരുന്നാൽ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കാഹളം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. കാഹളം കേൾക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിലുള്ളവർ രൂപാന്തരം പ്രാപിക്കും. ഇരുകൂട്ടരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും, മേഘങ്ങളിൽ എടുക്കപ്പെടും, മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ ഏറിയ പ്രത്യാശയോടുകൂടെ, ആ ഏറിയ പ്രത്യാശയോടുകൂടെ ശ്രദ്ധിക്കുക, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുക. മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഈ പകൽക്കാലം, ഈ നവംബർ മാസം 2-ാം തീയതി ദൈവസഭയോട് ഒരു അഭിഷിക്തനെന്ന നിലയിൽ ദൂതായി പറയുന്നു. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ പ്രശ്നങ്ങളായിരിക്കാം, ശാരീരിക പ്രശ്നങ്ങൾ കണ്ടേക്കാം, മാനസിക പ്രശ്നങ്ങൾ കണ്ടേക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കണ്ടേക്കാം, പുറത്തു പറയാൻ പറ്റാത്ത പല വിഷയങ്ങൾ കണ്ടേക്കാം. സ്തോത്രം. എന്നെ നോക്ക്, തമ്പുരാൻ നിന്നോട് പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും.